إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ഏറെ ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികൾ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മളെ പുറത്ത് കുറേ ആളുകൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഉള്ള ആളുകൾ വിടവുകളിലേക്കൊക്കെ കയറി നിന്നുകൊണ്ട് പരമാവധി അടുത്തും ചേർന്നും ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ റമദാനിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് ഉള്ളത്. ഒരു റമദാനിലേക്ക് ആരോഗ്യത്തോടെയും താല്പര്യത്തോടെയുമൊക്കെ പ്രവേശിക്കുവാൻ കഴിയുക എന്നുള്ളത് മഹത്തായ ഒരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നെല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ വർഷത്തിലൊരിക്കൽ ആളുകൾക്ക് കൂടുതൽ ഇബാദത്തിന്റെ കാര്യത്തിൽ പ്രാക്ടീസ് ചെയ്യുവാൻ, നന്മയുടെ കാര്യത്തിൽ കൂടുതലായി പ്രവർത്തനക്ഷമതരാകുവാൻ അള്ളാഹു നൽകുന്ന ഒരു അവസരമാണ് റമദാൻ മാസം. എല്ലാ നിലക്കും ഒരു മനുഷ്യന് നന്നാകുവാൻ, അവന്റെ കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ നല്ല നിലയിൽ നന്മയിലേക്ക് മുന്നിട്ട് വരുവാൻ, അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തിന്മകളെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ചു കളയുവാൻ, ഇതിനൊക്കെയുള്ള ഒരു അനുകൂലമായ മാസമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിനെ നമുക്ക് ഏർപ്പെടുത്തി തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, റമദാനിന്റെ ഒന്നാമത്തെ രാവ് പിറക്കുന്നതോടു കൂടി തന്നെ പിശാചുക്കളെയും അതുപോലെ തന്നെ ജിന്നുകളിൽ നിന്നുള്ള ധിക്കാരികളെയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധനസ്ഥരാക്കും എന്ന് പറഞ്ഞാൽ, നമ്മളെ തിന്മകളിലേക്ക് പ്രേരിപ്പിക്കുന്നത് ഒന്ന് പിശാചാണ്, മറ്റൊന്ന് നമ്മളുടെ ഇച്ഛയാണ്. അവിടെ പൈശാചികമായ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവിടെ തടഞ്ഞു വെക്കും. അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവില്ല, നമുക്ക് തന്നെ അനുഭവിക്കുന്നതാണ്. നമ്മൾ നന്മയിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, മറ്റു കാര്യങ്ങളിൽ നിരതരാകുമ്പോൾ നമുക്ക് കൂടുതലായി നന്മയിലേക്ക് ഒരു താല്പര്യവും ഒരു ആനുകൂല്യവും ലഭിക്കുന്നതായി നമ്മൾ തന്നെ അനുഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ വഗുല്ലിഖത് അബ്വാബുന്നാർ, നരകത്തിന്റെ വാതിലുകൾ അള്ളാഹു അടച്ചു കളയും. പിന്നീട് ആ മാസത്തിൽ അള്ളാഹു ആരെയും നരകത്തിലേക്ക് പ്രവേശിപ്പിക്കാത്ത രീതിയിൽ നരകത്തിന്റെ വാതിലുകൾ അള്ളാഹു അടച്ചു കളയും. അതുപോലെ തന്നെ സ്വർഗത്തിന്റെ വാതിലുകൾ അള്ളാഹു തുറന്നു വെക്കും. ആളുകൾക്ക്
സ്വർഗപ്രവേശനം സാധ്യമാകുന്ന ഒരു മാസമാണ് റമദാൻ മാസം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. എന്നിട്ട് വയുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയൽ ശർരി അഖ്സിർ. നന്മ ആഗ്രഹിക്കുന്നവനെ, ജീവിതത്തിൽ നന്മകളുമായി മുന്നോട്ട് പോകുന്നവനെ, നീ കൂടുതൽ ശക്തമായി കുതിക്കുക, നീ നന്മയിൽ കൂടുതൽ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ യാ ബാഗിയൽ ശർ, തിന്മയിൽ നിരതനാകുന്നവനെ, തിന്മകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനെ, അഖ്സിർ, നീ കുറക്ക്. നിന്റെ റമദാനാണ് വന്നിരിക്കുന്നത്, നിനക്ക് തിന്മകൾ ചെയ്യുവാനുള്ള മാസമല്ല, മറ്റു മാസങ്ങളെ പോലെയൊന്നുമല്ല. നീ ഉള്ളത് റമദാനിലാണ്. തിന്മകൾ ചെയ്യുന്നവനാണെങ്കിൽ ആ തിന്മകളിൽ നീ കുറവ് വരുത്ത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എത്ര വലിയ പ്രതീക്ഷയാണ് റമദാൻ മനുഷ്യർക്ക് സമ്മാനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വലില്ലാഹി ഉതഖാഉ മിനൻ നാരി വദാലിക കുല്ല ലൈല. എല്ലാ രാത്രികളിലും, റമദാനിന്റെ എല്ലാ രാത്രികളിലും അല്ലാഹു നരകത്തിൽ നിന്ന് മോചിതരാക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞു തരുന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റമദാനിലെ ഓരോ രാവിലും നരകത്തിൽ നിന്ന് മോചിതരാകുന്ന ആളുകളുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ ഇതത്രമാത്രം പ്രാധാന്യത്തോടു കൂടി നാം കാണേണ്ടുന്ന മാസമാണ് എന്നു തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു മനുഷ്യന് നന്നാകുവാൻ, അവന്റെ ജീവിതത്തിലെ തിന്മകളെ കുടഞ്ഞറിയുവാൻ, അവൻ ജീവിതത്തിൽ വർഷങ്ങളായി കൊണ്ടു നടന്നിരുന്ന തിന്മകളെ അതിൽ നിന്ന് പിന്നോട്ട് വരുവാൻ വേണ്ടി പരിശീലിക്കുവാൻ എല്ലാം അനുകൂലമായ മാസമാണ് എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. എന്തുകൊണ്ട് റമദാൻ? എന്തുകൊണ്ട് റമദാനിൽ നോമ്പ്? എന്തുകൊണ്ട് റമദാനിന് ഇത്രയും സവിശേഷത? അതിനെല്ലാം ഉത്തരം പറഞ്ഞു തരുന്നുണ്ട് ഖുർആൻ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ റമദാനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്നത് തന്നെയാണ്. റമദാനിന് സവിശേഷതകൾ ഉണ്ടാകുവാൻ, റമദാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെടുവാൻ എന്നതിനെല്ലാം അള്ളാഹു നൽകുന്ന ഉത്തരം അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അത് ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്നത് തന്നെയാണ്. എന്നിട്ട് അള്ളാഹു അതിനെ വിശദീകരിക്കുന്നു. ഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് സന്മാർഗമായിക്കൊണ്ട്, നേരിന്റെ വഴികാട്ടിയായിക്കൊണ്ട്, വബയ്യിനാതിൻ മിനൽ ഹുദാ, അതുപോലെ തന്നെ ആ സന്മാർഗത്തെ അവർക്ക് കൃത്യമായും അവരുടെ മനസ്സുകൾക്ക് സ്വീകരിക്കാവുന്ന രീതിയിൽ തെളിവുകളോടുകൂടി അവതരിപ്പിക്കുന്ന ഗ്രന്ഥം, അവർക്ക് സന്മാർഗം പകർന്നു കൊടുക്കുന്ന ഗ്രന്ഥം. അതുമാത്രമല്ല, ആ സന്മാർഗത്തെ യുക്തിപരമായ തെളിവുകൾ കൊണ്ട് തന്നെ സ്ഥാപിക്കുന്ന ഗ്രന്ഥം. വൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചു കാണിച്ചു തരുന്ന ഗ്രന്ഥം. അൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഗ്രന്ഥം. ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ജനങ്ങൾക്ക് നേരിന്റെ വഴികാട്ടിയായ, ആ നേരിനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ സ്ഥാപിച്ച് അവതരിപ്പിച്ചു കൊടുക്കുന്ന, നന്മ എന്തെന്നും തിന്മ എന്തെന്നും പ്രഖ്യാപിക്കുന്ന, കൃത്യമായും മനുഷ്യദിശയെ ചിന്തിക്കുന്ന രീതിയിൽ, അവനെ തൊട്ടുണർത്തുന്ന രീതിയിൽ അവനോട് സംവദിക്കുന്ന ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കാണ്. എന്നിട്ടാണ് യാത്രക്കാരന്, രോഗിക്കൊക്കെ ഇളവുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഹുദ നമുക്ക് സമ്മാനിക്കുന്ന, ഹുദയെക്കുറിച്ചുള്ള കൃത്യമായ വിവരണങ്ങളുള്ള, നന്മ എന്തെന്ന് തിന്മ എന്തെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഗ്രന്ഥം. വബയ്യിനാതിൻ മിനൽ ഹുദാ, നന്മയെ സ്ഥാപിച്ചു പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ ഒരു അത്ഭുതമാണ്. 19-ാം നൂറ്റാണ്ടിലാണ് ഈ വിരലടയാളത്തെ കുറിച്ചുള്ള അറിവുകൾ മനുഷ്യർക്ക് കിട്ടുന്നത്. 19-ാം നൂറ്റാണ്ടിൽ 1800കളുടെ തുടക്കത്തിലൊക്കെയാണ് ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും ഒക്കെ ആരംഭിക്കുന്നത്. 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ്. നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണല്ലോ ഉള്ളത്. 2 നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്, 19-ാം നൂറ്റാണ്ടിലാണ് ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും എല്ലാം ആരംഭിക്കുന്നത്. 1892 ഫ്രാൻസിസ് ഗാൾട്ടൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹമാണ് ശാസ്ത്രീയമായി മനുഷ്യരുടെ ഫിംഗർ പ്രിന്റ്, ഓരോ മനുഷ്യന്റെയും വിരലടയാളം വ്യത്യസ്തമാണ് എന്ന് ശാസ്ത്രീയമായി സ്ഥാപിക്കുന്നത്. അതിനു മുൻപ് ഇതിനെപ്പറ്റിയുള്ള അറിവ് മനുഷ്യനുണ്ടായിരുന്നില്ല. ഖുർആൻ ഈ പരലോക ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകളോട്
അവരുടെ പ്രഖ്യാപനത്തെ, അവരുടെ നിഷേധത്തെ എടുത്തു കാണിച്ചുകൊണ്ട് മറുപടി പറയുന്നുണ്ട്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവൻ എല്ലുകളായി തീർന്നതിന് ശേഷം, അവന്റെ ശരീരം നുരുമ്പി തീർന്നതിന് ശേഷം അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? എങ്ങനെയാണ് മരിച്ചു മണ്ണടിഞ്ഞു പോയ മനുഷ്യർ വീണ്ടും തിരിച്ചു വരിക എന്ന് യുക്തിവാദികളും ലിബറലിസ്റ്റുകളും മുൻപ് കാലത്തുള്ള ദൈവനിഷേധികരും നാസ്തികരുമെല്ലാം അവരുടെ ചോദ്യം ഉന്നയിക്കുകയാണ്. അവിടെയാണ് ഖുർആൻ അതിനുത്തരം പറയുന്നത്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവരുടെ വിരൽ തുമ്പുകൾ പോലും ശരിയായ രീതിയിൽ അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്നവനാണ് നിന്റെ രക്ഷിതാവ്. ആ അള്ളാഹുവിനെ പറ്റി പറയുമ്പോ അള്ളാഹുവിടെ പ്രഖ്യാപിക്കാണ് വിരൽ തുമ്പുകൾ, നമ്മളുടെ വിരൽ തുമ്പുകൾ, അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു ഖുർആൻ. അവരുടെ വിരൽ തുമ്പുകൾ പോലും ശരിയായ രീതിയിൽ, ഓരോ മനുഷ്യന്റെയും വിരലടയാളങ്ങൾ വ്യത്യസ്തമാണ്. ഇന്നേ വരെ ജനിച്ചു വീണ ഒരാൾക്കും ഇതുവരെയുള്ള ഒരാളുമായി അയാളുടെ വിരലടയാളം സാമ്യതയില്ല. ആ ആശയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, ഈ അവരുടെ വിരലടയാളങ്ങൾ പോലും ശരിയായ രീതിയിൽ, ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്നവനാണ് നിന്റെ രക്ഷിതാവ്. 1400 വർഷങ്ങൾക്കപ്പുറം അള്ളാഹു ഈ ശാസ്ത്രീയമായ അത്ഭുതത്തെ 19ാം നൂറ്റാണ്ടിൽ 1800കളിൽ കണ്ടുപിടിക്കപ്പെട്ട ഒരു ശാസ്ത്രീയമായ യാഥാർത്ഥ്യം എങ്ങനെയാണ് 1400 വർഷങ്ങൾക്ക് മുൻപ് വളരെ കൃത്യമായും ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. ഈ സന്മാർഗത്തെ കൃത്യമായി സ്ഥാപിക്കുന്ന തെളിവുകളുള്ള രീതിയിൽ തന്നെയാണ്, ആരുടെ മുന്നിലും അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിക്കാവുന്ന ആശയങ്ങളുള്ള രീതിയിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു ഒരു ഉപമ പറഞ്ഞു തരികയാണ്. മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പിനെ പറ്റി മറന്നുപോയി. എന്നിട്ട് അവൻ ചോദിച്ചു, ഈ ശരീരം നുരുമ്പി തീർന്നതിന് ശേഷം ആരാണ് ഇതിന് ജീവൻ നൽകുക എന്ന് നിഷേധികളുടെ ചോദ്യം. അതിനും അള്ളാഹു വീണ്ടും ഉത്തരം പറയുകയാണ്. അവനെ ആദ്യമായി സൃഷ്ടിച്ചവൻ ആരോ അവൻ തന്നെയാണ് അവരെ വീണ്ടും പുനർസൃഷ്ടിക്കുന്നത്. ഇവിടെയും മനുഷ്യന്റെ ചിന്തകളോട് തന്നെയാണ് അള്ളാഹു സംസാരിക്കുന്നത്. നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ലോകത്ത് കടന്നുപോയ അനേകായിരം മനുഷ്യർ, ജന്തുജീവജാലങ്ങൾ. ആരാണ് അവയൊക്കെ സൃഷ്ടിച്ചത്? ആ സൃഷ്ടിച്ചവനെ, അവന് ആദ്യത്തെ സൃഷ്ടിയാണോ രണ്ടാമത്തെ സൃഷ്ടിയാണോ കൂടുതൽ പ്രയാസമുണ്ടാവുക? ആദ്യം ശൂന്യതയിൽ നിന്നൊരു കമ്പ്യൂട്ടർ കണ്ടുപിടിക്കാനാണോ, കണ്ടുപിടിക്കപ്പെട്ട കമ്പ്യൂട്ടറുകളിൽ നിന്ന് അധുരാധുനിക സാങ്കേതിക വിദ്യകളുള്ള കമ്പ്യൂട്ടറുകൾ വീണ്ടും പുനഃസൃഷ്ടിക്കുവാനാണോ ഏറ്റവും പ്രയാസമുള്ളത്? ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുവാനാണ്. നമ്മളൊക്കെ ഇവിടെ ഉണ്ട് എങ്കിൽ ഇവിടെ നമ്മളെ പടച്ചവനാരോ അവൻ വീണ്ടും നമ്മളെ പുനഃസൃഷ്ടിക്കുക എന്നത്, എല്ലുകളിൽ നിന്ന് നമ്മൾ നുരുമ്പി തീർന്നതിന് ശേഷം തിരിച്ചു കൊണ്ടുവരിക എന്നത് എത്ര ലളിതമാണ് എന്ന ഖുർആനിന്റെ ചോദ്യം. ഹുദയെക്കുറിച്ചുള്ള വ്യക്തമായ വിശദീകരണവും തെളിവുകളും അടങ്ങിയ ഗ്രന്ഥമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അഭിമാനത്തോടു കൂടി റമദാനിനെ സ്വീകരിക്കുമ്പോൾ നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടതുണ്ട് ഈ പ്രഖ്യാപനം. അതുപോലെ തന്നെ വൽ ഫുർഖാൻ, സത്യം എന്താണ് അസത്യം എന്താണ് എന്ന് വ്യവച്ഛേദിച്ചു പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണിത്. അന്ധകാരത്തിന്റെ ഇരുളിടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ജാഹിലിയ കാലഘട്ടം. വർഷങ്ങളായി അവരിലേക്ക് പ്രവാചകന്മാർ വരാത്തത് കാരണം അന്ധകാരങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഈമാൻ എന്താണ് എന്നറിയാത്ത ഒരു കാലമുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഈമാൻ എന്താണ് എന്നറിയാത്ത ഒരു കാലമുണ്ടായിരുന്നു. ഖുർആൻ അത് പ്രഖ്യാപിക്കുന്നുണ്ട്. പിന്നെ മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ, റസൂലെ താങ്കൾക്കറിയില്ലായിരുന്നു എന്താണ് കിതാബ് എന്ന്, എന്താണ് ഈമാൻ എന്ന്. വലാകിൻ ജഅൽനാഹു നൂറാ, പക്ഷേ ആ ഖുർആനിനെ നാം ഒരു പ്രകാശമാക്കിയിരിക്കുന്നു. നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, നമ്മളുടെ അടിമകളിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം നൽകുന്ന വെളിച്ചം. ഈ ലൈറ്റുകൾ നമ്മളുടെ മുന്നിൽ പ്രകാശിക്കുമ്പോൾ അതിന്റെ വെളിച്ചം എല്ലാവർക്കും ലഭിക്കും. ഖുർആനിന്റെ വെളിച്ചം അങ്ങനെയല്ല. ആ വെളിച്ചം ലഭിക്കുവാൻ അള്ളാഹു അതിന് ഭാഗ്യം നൽകിയവർക്ക് മാത്രം ലഭിക്കുന്ന വെളിച്ചമാണ്, തെളിച്ചമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നുണ്ട്. നന്മ എന്തെന്നറിയാത്ത, തിന്മ എന്തെന്ന് വിശദീകരിക്കാനാവാത്ത ഒരു സമൂഹമായിരുന്നു ജാഹിലിയ കാലഘട്ടം. ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശിയുടെ മുന്നിൽ പോയിക്കൊണ്ട്
പറയുന്നുണ്ട് അവരുടെ സ്ഥിതികളെ പറ്റി, ജാഹിലിയ കാലഘട്ടത്തെ പറ്റി. അയ്യുഹൽ മലിക്, അല്ലയോ രാജാവേ, കുന്ന ഖൗമൻ അഹ്ല ജാഹിലിയത്തിൻ, ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. നഅബുദുൽ അസ്നാം, ഞങ്ങൾ വിഗ്രഹാരാധകരായിരുന്നു. വനകുലുൽ മൈത, ശവം തീനികളായിരുന്നു ഞങ്ങൾ. വനതിൽ ഫവാഹിഷ്, വ്യഭിചാരം പോലെ, സ്വവർഗരതി പോലെയുള്ള തോന്നിവാസങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. വനഖതഉൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞിരുന്നവരായിരുന്നു ഞങ്ങൾ. വനുസീഉൽ ജിവാർ, ഞങ്ങളുടെ അടുത്ത അയൽവാസികളോട് പോലും മോശമായി പെരുമാറിയിരുന്നവരായിരുന്നു ഞങ്ങൾ. വയകുലുൽ ഖവിയ്യു മിനൽ ദഈഫ്, ഞങ്ങളുടെ ശക്തൻ ഞങ്ങളുടെ ദുർബലരെ തിന്നുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഞങ്ങളുടെ ശക്തരായ ആളുകൾ ദുർബലരായ ആളുകളെ അടിമകളെ പോലെ അവരെ പ്രയാസപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ലാഹു ഞങ്ങളിൽ നിന്നുള്ള ഒരു റസൂലിനെ അയച്ചു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. പ്രവാചകൻ, നിരക്ഷരനായ ഒരു പ്രവാചകനെ, അവരിൽ നിന്ന് തന്നെയുള്ള ഒരാളെ അവരിലേക്ക് പ്രവാചകനായി അള്ളാഹു നിയോഗിച്ചു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ആയത്തുകൾ ഓതിക്കേൾപ്പിച്ചു, അവരെ സംസ്കരിച്ചു, അവർക്ക് കിതാബ് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അള്ളാഹു പറയാണ്, തീർച്ചയായും അതിനു മുൻപ് വഴികേടിലായിരുന്ന ഒരു ജനത തന്നെയായിരുന്നു അവർ. അവരെ നേരിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നത്, അവർക്ക് തിന്മയെന്തെന്നും നന്മയെന്തെന്നും പറഞ്ഞു കൊടുത്തത് അത് ഖുർആനാണ്. വൽ ഫുർഖാൻ, എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നു. ഇത് വലിയൊരു അനുഗ്രഹമാണ്. അൽ ഫുർഖാൻ നമുക്ക് നൽകി എന്നുള്ളത്, സത്യത്തെയും അസത്യത്തെയും വ്യവച്ഛേദിച്ചു പറഞ്ഞു തന്നു എന്നുള്ളത്. പുതിയ കാലഘട്ടം ഖുർആനിൽ നിന്ന് അകലുന്നുണ്ട്. അവര് പല കാര്യങ്ങൾക്കും തോന്നിയതുപോലെ വിശദീകരണം നൽകുന്നുണ്ട്. ആരും ലജ്ജിക്കുന്ന പോലെയുള്ള ചോദ്യങ്ങളും സംശയങ്ങളും സമൂഹത്തിന് മുന്നിൽ ഉയരുന്നുണ്ട്. എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് വിശദീകരിക്കുന്നിടത്ത് പുതിയ സമൂഹത്തിന് തെറ്റുകൾ പറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇൻസെസ്റ്റിനെ കുറിച്ച്, മാതാവും മകനും തമ്മിൽ, ആങ്ങളയും പെങ്ങളും തമ്മിൽ അവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന പുതിയ കാലഘട്ടത്തിന്റെ ക്യാമ്പസുകളോട്, യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളോടൊക്കെ ചോദിക്കുന്ന സമയത്ത് പരസ്യമായി അവർ നൽകുന്ന ഉത്തരം, ആ ഉമ്മക്കും ആ അമ്മക്കും ആ മകനും അവർക്ക് അനുവാദമുണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റ്? ആ ആങ്ങളക്കും ആ പെങ്ങൾക്കും അതിൽ അവർക്ക് രണ്ടുപേർക്കും അവർക്ക് പരസ്പര സമ്മതമുണ്ടെങ്കിൽ, കൺസെന്റ് ഉണ്ടെങ്കിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്ന പുതിയ ക്യാമ്പസുകൾ, പുതിയ വിദ്യാർത്ഥി തലമുറ നമ്മൾ കാണുന്നുണ്ട്. വൽ ഫുർഖാൻ, അവർക്ക് സത്യം എന്തെന്ന് അസത്യം എന്തെന്ന് വ്യവച്ഛേദിക്കുവാൻ അറിയില്ല, അവർക്കത് മനസ്സിലായിട്ടില്ല. ചില രാജ്യങ്ങളിൽ ആത്മഹത്യ അനുവദനീയമാണ്, ചില രാജ്യങ്ങളിൽ വ്യഭിചാരം അനുവദനീയമാണ്, ചില രാജ്യങ്ങളിൽ അതൊക്കെ തിന്മയാണ്. എന്തുകൊണ്ട് പല രാജ്യങ്ങൾക്കനുസരിച്ച് നന്മയും തിന്മയും മാറുന്നു. ചില ഗോത്രങ്ങളിൽ, ചില ഗോത്രാധിപത്യ വ്യവസ്ഥകളിൽ, ഇന്നും ആഫ്രിക്കൻ പോലെയുള്ള ഭൂഖണ്ഡങ്ങളിൽ നിലനിൽക്കുന്ന വ്യവസ്ഥിതികളുണ്ട്. തന്റെ കുടുംബത്തിൽ നിന്നൊരാൾ മരിച്ചാൽ അയാളുടെ ശരീരം കുടുംബക്കാർ ഭക്ഷിക്കുന്നതിലൂടെയാണ് മോക്ഷം സാധ്യമാവുക എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. തന്റെ കുടുംബത്തിലുള്ള ആളുകൾ മരിച്ചാൽ അവരെ കഴുകന്മാർക്ക് എറിഞ്ഞു കൊടുത്താലാണ് മോക്ഷം സാധ്യമാവുക എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇവിടെയാണ് എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് ഗോത്രാധിപത്യ വ്യവസ്ഥകൾക്കോ അതല്ലെങ്കിൽ പുതിയ നിയമ രീതികൾക്കോ ഒന്നും വിശദീകരിക്കുവാൻ കഴിയാത്തടത്താണ് തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറ. തബാറക്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി, അള്ളാഹുവിന്റെ അടിമക്ക് അൽ ഫുർഖാനിനെ അവതരിപ്പിച്ചു കൊടുത്ത അള്ളാഹു സത്യം എന്താണ് എന്നും അസത്യം എന്താണ് എന്നും നന്മ എന്താണ് എന്നും തിന്മയാണ് എന്താണ് എന്നും കൃത്യമായി വിശദീകരിക്കുന്ന ഗ്രന്ഥം നമുക്ക് സമ്മാനിച്ചു എന്നുള്ളത് അത് നമ്മൾക്കുള്ള വലിയ അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാൻ മാസത്തിന്റെ പ്രത്യേകത അത് മനുഷ്യർക്ക് സന്മാർഗത്തിന്റെ വഴികാട്ടിയായ, ആ സന്മാർഗത്തെ മനുഷ്യന്റെ ദിശകൾ കേട്ടെടുക്കുവാൻ കഴിയുന്ന രീതിയിൽ തെളിവുകൾ നിരത്തി സംസാരിക്കുന്ന, നന്മ എന്തെന്നും തിന്മ എന്തെന്നും കൃത്യമായി വ്യവച്ഛേദിക്കുന്ന ഒരു ഗ്രന്ഥത്തെ നൽകി എന്നതുകൊണ്ട് തന്നെയാണ് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും,
ആ മാസത്തിൽ ആരു ജീവിച്ചിരിക്കുന്നുവോ അവര് നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പറയുവാനുള്ള കാരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. സജീവമാകണം നാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സജീവമായിരുന്നു, നന്മകളിൽ സജീവമായിരുന്നു, ഖുർആനിന്റെ കാര്യത്തിൽ സജീവമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നത് വകാന അജ്വദു മാ യകൂനു ഫീ റമദാൻ ഹീന യൽഖാഹു ജിബ്രീൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്യുദാരനായിരുന്നു, വളരെ നന്മയിൽ സജീവമാകുന്ന ആളായിരുന്നു. റസൂൽ ഏറ്റവും കൂടുതൽ തന്റെ ജീവിതത്തിൽ അത്രമേൽ സജീവമായിരുന്നത് റമദാനിലായിരുന്നു. റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്ന സമയത്തായിരുന്നു. വകാന യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാൻ. റമദാനിലെ ഓരോ ദിവസവും രാത്രിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വരുമായിരുന്നു. ഫയുദാരിസുൽ ഖുർആൻ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഖുർആനിനെ പറ്റി സംസാരിക്കുമായിരുന്നു. റസൂലിന്റെ ഖുർആൻ, റസൂലിന്റെ ഹിഫ്ള്, ഇതെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാം പരിശോധിക്കുമായിരുന്നു. ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിൻ റീഹിൽ മുർസല. അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ സജീവമായിരുന്നു. ആ പ്രയോഗം നമ്മളുടെ മനസ്സിലുണ്ടാക്കണം. ഒരു കാറ്റടിച്ചാൽ കാറ്റ് മേഘങ്ങളെ ഇളക്കിവിടും. അതുപോലെ തന്നെ താഴെയുള്ള ചെറിയ പുൽനാമ്പുകളെ പോലും അത് ഇളക്കും. അത്രമേൽ എല്ലാത്തിനെയും സ്പർശിക്കുന്നതാണ് അടിച്ചു വീശുന്ന കാറ്റ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ നന്മകൾ മുതൽ ചെറിയ നന്മകൾ കൊണ്ടുവരെ സജീവമായിരുന്ന മാസമാണ് ഈ റമദാൻ മാസം. റമദാനിനെ ഖുർആനിന്റെ മാസമായി ഏറ്റെടുക്കുക. ഖുർആൻ അന്വേഷണത്തിനും പഠനത്തിനും വേണ്ടിയെല്ലാം നമ്മൾ സമയം ചെലവഴിക്കുക, നന്മകളിൽ മുന്നിട്ടിറങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വതമ്മ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കതീറ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഈ റമദാൻ മാസം ഖുർആനിന്റെ മാസമാണ് എന്ന് പറയുമ്പോൾ ഖുർആൻ പാരായണം അത് വലിയ പുണ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് റമദാനിൽ നിന്നല്ല, ഏത് സമയത്തായാലും ഖുർആൻ പാരായണത്തിൽ സജീവമാവുക എന്നുള്ളത് അത്രമേൽ പുണ്യമുള്ള ഒരു കാര്യമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനോഹരമായ ഉപമയിലൂടെ, ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഖുർആൻ പാരായണത്തിന്റെ പ്രത്യേകത പറഞ്ഞു തരുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വിശ്വാസി, ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വിശ്വാസി, അവന്റെ ഉപമ ഈ മാന്തോളി നാരങ്ങയെ പോലെയാണ്. വലിയ നാരങ്ങ ഉണ്ടല്ലോ, ആ മാന്തോളി നാരങ്ങയെ പോലെയാണ് ഖുർആൻ പാരായണം ചെയ്യുന്ന മനുഷ്യന്റെ ഉപമ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റീഹുഹാ ത്വയ്യിബുൻ വതഅമുഹാ ത്വയ്യിബുൻ. അതിന്റെ ഗന്ധം സുഗന്ധമാണ്, അതിന്റെ രുചി മധുരമാണ്. അവിടെ ആ വിശ്വാസിയിൽ ഖുർആൻ പാരായണത്തിന്റെ സുഗന്ധവുമുണ്ട്, അതുപോലെ തന്നെ ഈമാനിന്റെ മധുരവുമുണ്ട്. റസൂൽ അടുത്ത വിശദീകരണം പറയുമ്പോഴാണ്, ഉപമ പറയുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാകുക. ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി, പക്ഷെ ലാ യഖ്റഉൽ ഖുർആൻ, അവൻ ഖുർആൻ പാരായണം ചെയ്യൂല. അവന്റെ ഉപമ കത്തംറ, ഈ കാരക്കയെ പോലെയാണ്, ഉണക്ക കാരക്കയെ പോലെയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ റീഹ ലഹ, അതിന് സുഗന്ധമില്ല. അതിങ്ങനെ നമ്മൾ വാസനിച്ചു നോക്കിയാൽ അതിന് പ്രത്യേകമായ ഒരു ഗന്ധമൊന്നുമില്ല. വതഅമുഹാ ഹുൽവുൻ, എന്നാൽ അതിന്റെ രുചി മധുരമുള്ളതാണ്. എവിടെയാണ് ആ ഖുർആൻ പാരായണത്തിന്റെ സുഗന്ധമാണ് അവിടെ നഷ്ടപ്പെട്ടത്. എന്നാൽ ഈമാനിന്റെ മധുരം അയാളിലുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറയുന്ന ഉദാഹരണം വമസലുൽ മുനാഫിഖ് അല്ലദീ യഖ്റഉൽ ഖുർആൻ. ഒരു മുനാഫിഖ് നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്ന് പറഞ്ഞ, വിശ്വാസം പുറത്തഭിനയിച്ച് മനസ്സിൽ കുഫറും പേറി നടക്കുന്ന മുനാഫിഖ്, പക്ഷെ അവൻ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ ഉപമ റൈഹാനയെ പോലെയാണ്, തുളസിച്ചെടി പോലെയുള്ള ഒരു ചെടി, അതിനെ പോലെയാണ് അവന്റെ ഉപമ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, റീഹുഹാ ത്വയ്യിബുൻ, അതിന്റെ സ്മെല്ല് നല്ല സുഗന്ധമാണ്, വതഅമുഹാ മുർറുൻ, എന്നാൽ കഴിച്ചു നോക്കിയാൽ കയ്പാണ്. അവിടെ നിഫാഖിന്റെ കയ്പ് അയാളിൽ ഉണ്ട് എങ്കിലും ഖുർആൻ പാരായണത്തിന്റെ സുഗന്ധം ആ മുനാഫിഖിൽ പോലും ഉണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വീണ്ടും തുടർന്നു, ഒരു മുനാഫിഖ് പക്ഷെ അവൻ ഖുർആൻ പാരായണം ചെയ്യുന്നില്ലെങ്കിൽ അവന്റെ ഉപമ ഹൻദലയോടാണ്. ഹൻദല എന്ന് പറഞ്ഞാൽ ആട്ടങ്ങയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതിന് പ്രത്യേകമായ ഒരു ഗന്ധവുമില്ല, കഴിച്ചു നോക്കിയാൽ അത് കൈപ്പേറിയതുമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഖുർആൻ പാരായണം അത് അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന
ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും നഷ്ടം വരാത്ത ബിസിനസ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഖുർആൻ പാരായണത്തോടു കൂടി മാത്രം നമുക്ക് ഖുർആനിനോടുള്ള നമ്മളുടെ അവകാശങ്ങൾ, നമ്മളുടെ ബാധ്യതകൾ അവസാനിക്കുന്നില്ല. ഖുർആൻ പഠനത്തിന് നമ്മളുടെ ഹിഫ്ള്, നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന ഹിഫ്ളുകളൊക്കെ അതിലൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കുവാനുള്ള സമയമാണ്. ജീവിതത്തിൽ പകർത്തണം. ഖുർആൻ പാരായണം ചെയ്യലും ഹിഫ്ളാക്കലും മാത്രമല്ല, അത് ജീവിതത്തിൽ ഉണ്ടാകണം. ജീവിതത്തിൽ പകർത്തിയ ഖുർആനിനെ ആളുകൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. ഇതൊക്കെ ഖുർആനിനോട് നമുക്കുള്ള ബാധ്യതയാണ് എന്ന് തിരിച്ചറിയുക. ഖുർആനിന്റെ അഹ്ലുകാരായി മാറുക. ഖുർആനിന്റെ ആശയ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ഖുർആനിന്റെ ആശയങ്ങളെ പഠിക്കുവാൻ എല്ലാം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബന അസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداءك واعداء الدين. اللهم دمر اعداءنا واعداءك واعداء الدين. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجعل القرآن ربيع قلوبنا. اللهم اجعل القرآن ربيع قلوبنا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا واجعله شفيعا وحجة لنا يوم القيامة. اللهم احفظ بلادنا. اللهم احفظ بلادنا. اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.